+1 സീറ്റിലെ കുറവിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറത്ത് സീറ്റ് ക്ഷാമമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി വസ്തുതാവിരുദ്ധമായ കണക്ക് പറയുന്നുവെന്നും മന്ത്രി ഒളിച്ചു കളിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. 1000 ബാർ കൊടുത്തവർ പഠിക്കാൻ ബാച്ച് കൊടുത്തില്ലെന്ന് എൻ ഷംസുദ്ദീൻ ആരോപിച്ചു. മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കേണ്ട സാർ. വിദ്യാഭ്യാസം ഇന്ന് അവകാശമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2വിലേക്ക് അവന്റെ പഠനം നമ്മൾ മുടക്കുകയാണ്. അത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ്. അതിന് ഈ ജാതി കണക്കുകൾ പറഞ്ഞ് ആ മുടക്കലിനെ ന്യായീകരിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല സാർ. ഇവിടെ മലബാറിൽ 1,00,000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് പ്രയാസത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഈ ഭരണത്ത് പോകുമ്പോൾ 27 ബാറേ കേരളത്തിലുള്ളൂ. ഇന്ന് 1000 ചില ബാറുണ്ട്. 8 കൊല്ലം കൊണ്ട് 1000 ബാർ കൊടുത്ത നിങ്ങൾ 8 കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു ഇല്ല. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒന്നാമതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറത്തെ +1 സീറ്റുകളുടെ ക്ഷാമം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. ഇന്നോ ഇന്നലെയോ അല്ല അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളും സമരങ്ങളും തുടങ്ങിയത്. ഇന്നിപ്പോൾ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ എന്താണ് മന്ത്രിക്ക് പറയാനുള്ള മറുപടി? ആവശ്യത്തിന് +1 സീറ്റ് മലപ്പുറം അടക്കമുള്ള വടക്കൻ ജില്ലകൾക്ക് സർക്കാർ നൽകുന്നില്ല, അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാണ് എന്ന വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഉന്നയിച്ചത്. ലീഗിന്റെ എൻ ഷംസുദ്ദീനാണ് വിഷയം കൊണ്ടുവന്നത്. മന്ത്രി വിശദീകരിച്ചത് മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ആവശ്യത്തിന് സീറ്റ് ഒഴിവുണ്ട് എന്ന വിശദീകരണമാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയത്. അതേസമയം തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചു കളിച്ച സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രതിപക്ഷത്തിലെ നോട്ടീസ് +1 സീറ്റിലെ ആവശ്യത്തിന് ഒഴിവില്ല എന്ന പ്രശ്നമായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ IT, പോളിടെക്നിക്, VHSE, അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ അടക്കമുള്ള എണ്ണമാണ് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞ കണക്കും വിദ്യാഭ്യാസ വകുപ്പിലെ വെബ്സൈറ്റിലെ കണക്കും തമ്മിൽ, സീറ്റ് എണ്ണവും തമ്മിൽ ഒരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്ന എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. മന്ത്രി വസ്തുതാവിരുദ്ധമായ കണക്കുകൾ നിരത്തുന്നു എന്ന വിഷയം ഷംസുദ്ദീൻ ഉയർത്തി. ഈ സമയം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വെറുതെ കുരയ്ക്കേണ്ട എന്ന ഒരു വസ്തുത പറയുമ്പോൾ കുരയ്ക്കേണ്ട എന്ന ഒരു പരാമർശമുണ്ടായി. ഇതോടെ ഭരണപക്ഷത്ത് നിന്ന് ബഹളമുണ്ടായി. പിന്നീട് സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം എൻ ഷംസുദ്ദീൻ ആ പരാമർശം പിൻവലിക്കുകയും ചെയ്തു. ഏതായാലും മന്ത്രി പറഞ്ഞ വിശദീകരണത്തിൽ ഈ ഇടത് സർക്കാർ 1998 മുതൽ കൂടുതൽ അധിക ബാച്ച് സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറഞ്ഞ് അനുവദിക്കാത്തതാണ് മലബാർ ജില്ലകളിലെ +1 സീറ്റ് ക്ഷാമത്തിന് കാരണം. കഴിഞ്ഞ 8 വർഷമായി സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് സീറ്റ് അനുവദിക്കാതിരിക്കുമ്പോൾ ഇതേ സർക്കാർ തന്നെ 1000 ബാറുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെ കാര്യം, വിദ്യാഭ്യാസ കാര്യം സർക്കാരിന് ഏറ്റവും കുറഞ്ഞ പ്രയോറിറ്റിയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഏതായാലും മലപ്പുറത്തുള്ളത് 57,000 സീറ്റും ഉള്ളത് 57,000 സീറ്റാണ്. 27,000 സീറ്റിന്റെ കുറവുണ്ടെന്നാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒടുവിൽ മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ 3 അലോട്ട്മെന്റും കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന ഉറപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത്. ചില പാളിച്ചകൾ ഉണ്ടാകാം എന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനിടെ രാഷ്ട്രീയമായ ആരോപണങ്ങളും സഭയിൽ വന്നു. എൻ ഷംസുദ്ദീൻ ഇപ്പോൾ ഇത്തരം നടപടികളിലൂടെ പാഠം പഠിക്കാത്തതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ തിരിച്ചടി എന്ന ആരോപണമാണ്. മാത്രമല്ല BJPയുടെ വളർച്ചയ്ക്ക് കാരണവും അതാണെന്ന് എൻ ഷംസുദ്ദീൻ ആരോപിക്കുകയുണ്ടായി. അതേസമയം എന്നാൽ മറുപടി പറഞ്ഞ വി ശിവൻകുട്ടി പറഞ്ഞത് വോട്ടെണ്ണം കുറഞ്ഞത് UDF-നാണെന്നും LDF-ന് വോട്ടെണ്ണം കുറഞ്ഞിട്ടില്ലെന്നും ന്യൂനപക്ഷങ്ങളുടെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് +1 സീറ്റ് വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്നത്.